ഹായ് ഡിയർ സൂപ്പർ കൺപണി സീരിയലിൻ്റെ ഒരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ക്രഷും അതുപോലെ തന്നെ കൺമണിയും കൂടി ഇന്നലെ ദേവജിയുടെ വീട്ടിൽ തന്നെ കേട്ടോ കിടന്നുറങ്ങിയിട്ടുള്ളത്. അപ്പോഴത്തേന് കൺമണി കൃഷ്ണനെ വിളിക്കാനായിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ കൃഷ് ഉണരുന്നുണ്ട്. അപ്പോഴത്തേനും കൃഷ്ണാണെങ്കിലോ കൺമണിയെ കാണുമ്പോൾ കൂടുതൽ സ്നേഹിക്കാനായിട്ട് നോക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് സാഗറിനെയും സുജുവിനെയും മാനസയും ഒക്കെ ഹേമയൊക്കെ കേട്ടോ. അപ്പോൾ ഹേമയാണെങ്കിലും സാഗർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ, അതായത് മാനസയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയുകയാണ് കേട്ടോ. കൃഷിന് തീരെ താല്പര്യമില്ല. കൃഷാണെങ്കിലും ആ കൺമണി എന്ന പെൺകുട്ടിയാണ് ഇഷ്ടപ്പെടുന്നത്. അവർ രണ്ടാളും ഇപ്പോൾ ദേവിജിയുടെ വീട്ടിലുണ്ട് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും സാഗറിന് ദേഷ്യം വരുന്നുണ്ട്. കാരണം കൃഷി എന്ത് പണിയാണ് കാണിക്കുന്നത്? അവരുടെ മുന്നിൽ ഒരു സാധാരണക്കാരിയാണ് കൺമണി. അതുകൊണ്ട് തന്നെ കൺമണിയെ വിവാഹം കഴിക്കാൻ ചിലപ്പോൾ സാഗറും സുജും കൂടി സമ്മതിച്ചൊന്നും വരില്ല. ഒരു പക്ഷേ പിന്നീട് ശരിയാവുമായിരിക്കാം. അതുകൊണ്ട് തന്നെ ദേവജിയോട് ദേഷ്യപ്പെട്ട് തന്നെ സംസാരിക്കാനുണ്ട്. ദേവജി എവിടെയാണ് നമ്മുടെ കൃഷി എന്ന് ചോദിക്കുന്നുണ്ട്. കൃഷി ഇന്നലെ എവിടെയാണ് കിടന്നതെന്ന് പറയുന്നു. എനിക്ക് ഒന്നും അറിയണ്ട, അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ എനിക്ക് കാണണമെന്ന രീതിയിലൊക്കെ പറഞ്ഞു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് കൃഷ് എന്ന് വിളിച്ചിട്ട് ദേവ്ജി അവരെ വിളിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കൃഷിനോട് പറയുന്നുണ്ട്, പ്രശ്നങ്ങളാകെ ഒരുപാട് അവസ്ഥയിൽ മാറിപ്പോയി കൃഷ്. അതുകൊണ്ട് തന്നെ സാഗർ എന്ന ദേഷ്യത്തോടു കൂടി സംസാരിച്ചിരിക്കുന്നത്. നിങ്ങളിവിടെയാണെന്നുള്ള കാര്യം മാനസികമായിരിക്കാം ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. എന്തായാലും സാഗറിൻ്റെ മനസ്സ് കലങ്ങിയിരിക്കുകയാണ്. ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ ബന്ധം പെട്ടെന്ന് തന്നെ എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്ന രീതിയിൽ ദേവജി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും കൃഷിയും കൺമണിയും കൂടി കുറച്ച് വിഷമിക്കുന്നുണ്ട്. കൃഷി പറയുന്നുണ്ട് കൺമണിയോട്, എന്ത് സംഭവിച്ചാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ജീവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ആ ക്രിമിനൽ ലോയറിനെയും അതുപോലെ നമ്മുടെ ബലരാമിനെയും കാണിക്കുന്നത്. സാഗർ എത്തിക്കഴിഞ്ഞു, നിൻ്റെ ആയുധം മൂർച്ചക്കൂട്ടി വെച്ചോ, എത്രയും പെട്ടെന്ന് അവനെ അവസാനിപ്പിക്കാൻ എന്ന രീതിയിലാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൃഷിൻ്റെ വീട്ടിലാണ്. കൃഷി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് തന്നെ, എന്താ നീ മാനസികമായിട്ട് ഇത്ര അകൽച്ചയായി നിൽക്കുന്നത്? നീ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ആ കൺമണിയാണോ ഇഷ്ടപ്പെടുന്നത്? അവളെയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ കൃഷ്ണാണെങ്കിൽ, ഞാൻ ജീവിതത്തിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ചുള്ള ആത്മാർത്ഥമായിട്ട് അത് കൺമണിയെ തന്നെയാണ്. എനിക്ക് മാനസേ വേണ്ട, കൺമണിയെ തന്നെ മതി എന്ന് പറയുന്നുണ്ട്. അത് നടക്കില്ല. ആ പെണ്ണിന് വേണ്ടി ഇവിടെ യുദ്ധം ചെയ്യാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അത് അച്ഛനല്ല തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിലും കൃഷ്ണൻ തല്ലാനായിട്ട് നോക്കുമ്പോൾ കൈ പിടിച്ച് മാറ്റുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കലങ്ങി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തായാലും തെളിയുമായിരിക്കും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രഭം കഴിയുന്നത്. നാളെ എപ്പിസോഡായിട്ട് കാണാം കേട്ടോ.